യേശുവിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം, യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്താലേ നിത്യജീവൻ കരസ്ഥമാക്കുവാൻ പറ്റൂ എന്നുള്ള കാര്യം യേശു അറിയിച്ചപ്പോൾ പലരും യേശുവിനെതിരെ പിറുപിറുക്കുന്നുണ്ട്. മനുഷ്യനിതെങ്ങനെ കഴിക്കാൻ സാധിക്കുമെന്നൊക്കെ. പക്ഷേ ഈശോ വ്യക്തമായിട്ടത് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ എൻ്റെ അടുക്കലേക്ക് വരാനോ ഈ സത്യങ്ങൾ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഈശോ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് യേശുവിനെ അനുഗമിച്ച പലരും യേശുവിനെ വിട്ടു പോകുന്നത്. അപ്പോൾ ഈശോ 12 ശ്ലീഹന്മാരോടും പറയുന്നുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് പോകാം. പത്രോസ് പറയുന്നു, ഇന്നത്തെ വചനത്തിൽ കാണുന്നത് പോലെ നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുള്ളപ്പോൾ ഞങ്ങൾ എവിടെ പോകാനാണ് എന്ന്. ഈ ഒരു തിരിച്ചറിവാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. ലോകം ഒത്തിരിയേറെ വചനങ്ങൾ പറഞ്ഞ് ആകർഷകമായ നൈമിഷിക സുഖങ്ങൾ പ്രദാനം ചെയ്യുന്ന, നമ്മളെ ഇക്ലിപ്പെടുത്തുന്ന വചനങ്ങളുമൊക്കെയായിട്ട് കടന്നു വരുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ പോകുന്ന അനേകരുണ്ട്. അപ്പോൾ യേശുവിനെ മറക്കുന്നു, യേശുവിനെ വിട്ടുപോകുന്നു. എന്നാൽ നമ്മൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന, നിത്യസന്തോഷം, നിത്യ ആനന്ദം പ്രദാനം ചെയ്യുന്ന വചനം യേശുവിൻ്റെ പക്കൽ മാത്രമേ ഉള്ളൂ. യേശുവിലേക്ക് കടന്നു വരാൻ, യേശുവിനോടൊപ്പമായിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ജീവൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറുകൾ തേടി ജനങ്ങൾ പോയി എന്ന്. നമ്മൾ പൊട്ടക്കിണറുകളുടെ പുറകെ പോകാതെ യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഇടയാകട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.